നമസ്കാരം. പ്രകൃതിയിലെ വിഭിന്ന വർഗത്തിൽപ്പെട്ട ജീവികൾ ഒരേ രീതിയിലുള്ള ജൈവിക പരിഹാരങ്ങൾ സ്വതന്ത്രമായി വികസിപ്പിച്ചെടുക്കുന്ന അത്ഭുതകരമായ പ്രതിഭാസമാണ് സമാന്തര പരിണാമം. ഈ പ്രതിഭാസത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തുമ്പികളിലെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ജപ്പാനിലെ ഒസാക്ക മെട്രോപൊളിറ്റൻ സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. മനുഷ്യരടക്കമുള്ള സസ്തനികൾ ചുവപ്പ് നിറം തിരിച്ചറിയുന്ന അതേ ജൈവിക തന്ത്രം തന്നെയാണ് തുമ്പികളും പിന്തുടരുന്നതെന്നാണ് ഈ പഠനം വ്യക്തമാക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ പല സാങ്കേതിക വിദ്യകളും ചുവപ്പ് പ്രകാശത്തെ ആശ്രയിക്കുന്നതിനാൽ ഒരു പ്രാണിയുടെ കാഴ്ചയെക്കുറിച്ചുള്ള ഈ പഠനം വരുംകാല ചികിത്സാ രീതികളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. മനുഷ്യൻ്റെ ദൃഷ്ടിപ്രകാശത്തെ തിരിച്ചറിയുന്നത് കണ്ണിലെ ഓപ്സിനുകൾ എന്ന പ്രത്യേക പ്രോട്ടീനുകൾ വഴിയാണ്. നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളിലെ തരംഗദൈർഘ്യങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 തരം ഓപ്സിനുകൾ നമുക്കുണ്ട്. എന്നാൽ പ്രാണികളുടെ ലോകത്ത് തുമ്പികൾ മറ്റ് വർഗ്ഗങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാണ്. ഒസാക്ക സർവകലാശാലയിലെ പ്രൊഫസർമാരായ മിത്സുമസ കൊയാനാഗിയും അകിസുക തെരാകിറ്റയും നടത്തിയ പഠനത്തിൽ തുമ്പികളിൽ 720 നാനോമീറ്റർ തരംഗദൈർഘ്യമുള്ള പ്രകാശത്തെ തിരിച്ചറിയാൻ ശേഷിയുള്ള പ്രത്യേക ഓപ്ഷനുകൾ കണ്ടെത്തി. മനുഷ്യനേത്രങ്ങൾക്ക് കാണാൻ കഴിയുന്ന പരമാവധി ചുവപ്പിനും അപ്പുറത്തുള്ള ഈ പ്രകാശം തുമ്പികൾക്ക് ദൃശ്യമാകുന്നു എന്നത് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയാണ്. ഇൻഫ്രാറെഡ് പ്രകാശത്തോട് അടുത്തു നിൽക്കുന്ന ഈ കാഴ്ചശേഷി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചതാണ്. തുമ്പികൾക്ക് ഇത്രയും ആഴത്തിലുള്ള ചുവപ്പ് കാഴ്ച ലഭിക്കുന്നതിന് അവയുടെ വംശവർദ്ധനവിനും ഇണകളെ കണ്ടെത്തുന്നതിനും സഹായകരമാണെന്ന് ഗവേഷകർ അനുമാനിക്കുന്നു. ഡ്രാഗൺ ഫ്ലൈ വിഭാഗത്തിൽപ്പെട്ട തുമ്പികളുടെ ശരീരത്തിൽ നിന്ന് പ്രതിഫലിക്കുന്ന പ്രകാശം അവർ പരസ്പരം തിരിച്ചറിയുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ആൺതുമ്പികളും പെൺതുമ്പികളും ചുവപ്പ് പ്രകാശത്തെയും നിയർ ഇൻഫ്രാറെഡ് പ്രകാശത്തെയും പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ പ്രകടമായ വ്യത്യാസമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. അതിവേഗത്തിൽ പറക്കുന്നതിനിടയിലും ഇണകളെ കൃത്യമായി തിരിച്ചറിയാൻ ഈ സവിശേഷമായ കാഴ്ചാശക്തി തുമ്പികളെ സഹായിക്കുന്നു. കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ ചരിത്രത്തിൽ സസ്തനികളും പ്രാണികളും 2 വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിച്ചവരാണെങ്കിലും ചുവപ്പ് നിറത്തെ തിരിച്ചറിയാനുള്ള തന്മാത്രാ തന്ത്രം 2 വിഭാഗത്തിലും ഒരുപോലെയാണെന്ന കണ്ടെത്തലാണ് ഈ പഠനത്തിലെ ഏറ്റവും വലിയ ആകർഷണം. ഈ കണ്ടെത്തലിൻ്റെ പ്രായോഗിക വർഷം വൈദ്യശാസ്ത്ര രംഗത്താണ് വലിയ പ്രതീക്ഷകൾ നൽകുന്നത്. ഓപ്സിൻ പ്രോട്ടീനിലെ ഒരു നിശ്ചിത സ്ഥാനമാണ് പ്രകാശത്തോടുള്ള ഇതിൻ്റെ പ്രതികരണം നിർണ്ണയിക്കുന്നതെന്ന് ഗവേഷക സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ പ്രോട്ടീൻ്റെ സംവേദനക്ഷമത ഇൻഫ്രാറെഡ് പ്രകാശത്തോട് കൂടുതൽ അടുപ്പിക്കുവാൻ അവർക്ക് സാധിക്കും. ഇത്തരത്തിൽ പരിഷ്കരിച്ച പ്രോട്ടീനുകൾ അടങ്ങിയ കോശങ്ങളെ നിയർ ഇൻഫ്രാറെഡ് പ്രകാശം ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കുവാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. ഇത് ഓപ്റ്റോജെനറ്റിക്സ് എന്ന ശാസ്ത്രശാഖയ്ക്ക് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. പ്രകാശം ഉപയോഗിച്ച് ജീവനുള്ള കോശങ്ങളെ നിയന്ത്രിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഓപ്റ്റോജെനറ്റിക്സ്. നീളമേറിയ തരംഗദൈർഘ്യമുള്ള പ്രകാശം ശരീരത്തിൻ്റെ ആഴങ്ങളിലേക്ക് തുളച്ചു കയറുവാൻ ശേഷിയുള്ളതാണ്. അതിനാൽ നിയർ ഇൻഫ്രാറെഡ് പ്രകാശത്തോട് പ്രതികരിക്കുന്ന തുമ്പികളിലെ ഈ പ്രോട്ടീൻ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ ഉൾഭാഗത്തുള്ള കോശങ്ങളെ പരിശോധിക്കാനോ ചികിത്സിക്കാനോ സാധിക്കും. തുമ്പികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഈ ജൈവിക വിദ്യകൾ പരിഷ്കരിക്കുന്നതിലൂടെ മനുഷ്യ ശരീരത്തിലെ ദുർഘടമായ ഭാഗങ്ങളിലെ കോശങ്ങളെപ്പോലും ഉത്തേജിപ്പിക്കുവാൻ കഴിയുന്ന ഉപകരണങ്ങൾ വികസിപ്പിക്കാമെന്നും പ്രൊഫസർ കൊയാനാഗി പ്രത്യാശിക്കുന്നു. പ്രകൃതിയിലെ ഒരു ചെറിയ ജീവിയുടെ പരിണാമ രഹസ്യങ്ങൾ എങ്ങനെ ആധുനിക മനുഷ്യൻ്റെ ചികിത്സാ രംഗത്ത് മുതൽക്കൂട്ടാകുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഈ കണ്ടെത്തൽ മാറുന്നു. സമാന്തര പരിണാമം എന്ന അത്ഭുതം പ്രകൃതിയുടെ ഒരു തന്ത്രം മാത്രമല്ല, അത് മനുഷ്യൻ്റെ സാങ്കേതിക വളർച്ചയ്ക്കുള്ള പുതിയ വാതിലുകൾ കൂടിയാണ് തുറക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി TV.